2025 കഴിഞ്ഞ മെയ്യിൽ നടന്ന നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യ വൈസും സ്റ്റേറ്റ് വൈസും ഉള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഫൈനൽ റൗണ്ടിൽ ഫൈനൽ നിമിഷത്തിൽ നാം എത്തിയിരിക്കുന്നു. ഇന്നലെ 15-ന് ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഇന്ന് 16-ാം തീയതി മുതൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യണം. ഇനി ക്വിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. നിർബന്ധമായും അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോളേജുകളിൽ ഇന്ന് മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ജോയിൻ ചെയ്യാം. ഇതിനോടൊപ്പം കേരളത്തിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും സ്ട്രേ വേക്കൻസിയുടെയും റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്ന ഫൈനൽ മൊമെൻറ്റിൽ നാം എത്തിക്കഴിഞ്ഞു. ഒരു അലോട്ട്മെൻറ്റ് കേരളയുടെ MBBSനോ BDSനോ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ വിദ്യാർത്ഥികൾ 20-ാം തീയതിക്ക് മുമ്പായി എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഓൾ ഇന്ത്യയുടെ റിസൾട്ട് സ്ട്രേ വേക്കൻസിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ പോലും പങ്കെടുപ്പിക്കാതെ കൺസിഡർ ചെയ്യാതെയാണ് കേരള സ്റ്റേറ്റിൻ്റെ സ്ട്രേ വേക്കൻസിയുടെ റിസൾട്ട് ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസിയിലോ കേരളയുടെ സ്ട്രേ വേക്കൻസിയിലോ എനിക്ക് രണ്ടിലും ഉണ്ട് എന്ന് ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് പറയാൻ സാധിക്കത്തില്ല. ഇനി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയോ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലൂടെയോ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ട് എടുക്കാതിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കോളേജിൽ പോയി ജോയിൻ ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ലിക്വിഡേഷൻ ഡാമേജ് അടയ്ക്കാനും നിയമപരമായി ബാധ്യസ്ഥതയുള്ളവരായി മാറും. ഇനി ആ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാതിരുന്നാൽ 2026 എൻട്രൻസ് എക്സാമിനേഷനിൽ നിന്ന് അവരെ ഡീബാർ ചെയ്യുമോ എന്നുള്ളതും നിയമപരമായി എൻട്രൻസ് കമ്മീഷനുടെ പുതിയ നോട്ടിഫിക്കേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക, ഈ ഫൈനൽ റൗണ്ടിൽ MBBSൻ്റെയും BDSൻ്റെയും സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് നമുക്കറിയാം, ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടിന് ശേഷമുള്ള ഫൈനൽ അലോട്ട്മെന്റ് ആണ് ഈ സ്ട്രേ വേക്കൻസി. ഇനി സ്റ്റേറ്റ് വൈസ് ഉള്ള സ്ട്രേ വേക്കൻസിയിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഇങ്ങനെയുള്ള പണിഷ്മെന്റുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു അഡ്മിഷൻ നേടാതിരുന്നാൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഫില്ലാകാതിരുന്നാൽ, ഈ അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഒരു കോളേജിൽ അഡ്മിഷൻ കൊടുക്കാതിരുന്നാൽ, ഓപ്ഷൻ കൊടുക്കാതിരുന്നാൽ, ആ സീറ്റുകൾ ഈ സ്ട്രേ വേക്കൻസിക്ക് സബ്മിറ്റ് ചെയ്തിരുന്ന ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും കൺസിഡർ ചെയ്തുകൊണ്ട് ഇനി അടുത്ത അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് സീറ്റുകൾ ഫില്ല് ചെയ്യായിരിക്കും എൻട്രൻസ് കമ്മീഷണർ ചെയ്യുക. അതായത് ഇനി ഒരു ചോയ്സ് ഫില്ലിംഗ് ഒരു കാരണവശാലും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലോ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലോ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫൈനൽ മൊമെന്റിൽ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും കോളേജുകളിൽ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഇന്ന് ഡേറ്റ് നോക്കിയാൽ November 16. ഇത്രയും കാലം നിങ്ങളുടെ ഓരോ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്തും നിങ്ങളെ ഈ ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായി ന്യൂസുകളും അപ്ഡേറ്റ്സുകളും തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കുകയും സംശയങ്ങൾ തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ സ്നേഹം ഈ സമയത്ത് പങ്കുവയ്ക്കുന്നതിനോടൊപ്പം ഈ യാത്രയിൽ ആൽഫയോടൊപ്പം ചേർന്ന് നിന്ന എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കാനും ഈ നിമിഷം പ്രയോജനപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ പഠിക്കുക. കൺഗ്രാജുലേഷൻ. ഒരു സ്വപ്നമായിരുന്ന MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകൾ നിങ്ങൾ നേടിയെടുത്തതിൽ ഇനി ആ അച്ചീവ്മെന്റ് നിങ്ങളുടെ ലൈഫിന്റെ ഡെസിഗ്നേഷൻ ആക്കി മാറ്റാൻ അടുത്ത 5 വർഷക്കാലം നന്നായി പഠിക്കുക, ഡെഡിക്കേറ്റഡ് ആയി പഠിക്കുക, ഏറ്റവും മികച്ച ഡോക്ടർമാരായി മാറുക. ഒരു ഡോക്ടർ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്, പക്ഷേ അതൊരു സർവീസുമാണ്. നമ്മുടെ ജീവിക്കുന്ന ചുറ്റുമുള്ള മനുഷ്യരോട് അനുകമ്പയോടെ സ്നേഹത്തോടെ പെരുമാറേണ്ട ഒരു ജീവിതം മുന്നോട്ട് നിലനിൽക്കാൻ നിങ്ങളിലൂടെയാണ് കാരണമായി മാറേണ്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല മികച്ച ഡോക്ടറായി മാറാൻ നിങ്ങൾക്ക് ആകട്ടെ എന്ന് ആൽഫ ടീമിലെ മുഴുവൻ അധ്യാപകർക്ക് വേണ്ടിയിട്ടും നിങ്ങളെ ആശംസിക്കുന്നതിനോടൊപ്പം ഈ വർഷം അച്ചീവ് ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, എൻ്റെ കുറവുകളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. 2026 നിങ്ങളുടേതാണ്. ആ വിജയം കൈപിടിയിൽ ഒടുക്കാൻ ഇന്നു മുതലുള്ള 6 മാസക്കാലം നിങ്ങൾ നിരന്തരമായി പരിശ്രമിക്കുക. ആ പരിശ്രമത്തിൽ പൂർണ്ണതയിൽ എത്തിക്കാൻ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. സബ്ജക്റ്റിലുള്ള കുറവുകളാണോ, പരീക്ഷകൾ എഴുതുന്നതിലുള്ള കുറവുകളാണോ, ഒരു ഫിയർ ആണോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഏതുമാവട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ വിജയമാക്കി മാറ്റാൻ വേണ്ട എല്ലാ കാര്യങ്ങളും
ആൽഫ അക്കാഡമി നിങ്ങൾക്കായി ചെയ്തു തരും. ചെയ്യേണ്ടതൊന്നു മാത്രം, ആൽഫയിലേക്ക് ഒരു കോൾ. നിങ്ങളെ സഹായിക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ട്. ഒരിക്കൽ കൂടി വിജയം നേടിയവരെ അഭിനന്ദിക്കാനും വിജയം നേടാത്തവർക്ക് ഇതിലും മികച്ച വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ ഓൾ ദ ബെസ്റ്റ്.